നമസ്കാരം, ടിക്ടോക്കിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ പ്ലാസ ഹൈപ്പർ മാർക്കറ്റ്, നമ്മുടെ ഗ്രീൻസ് ഹൈപ്പർ മാർക്കറ്റിലാണ്. അപ്പോൾ ഒരുപാട് ഓഫേഴ്സ്, റംസാൻ്റെ ഭാഗമായി റംസാൻ സ്പെഷ്യൽ ഒരുപാട് ഓഫേഴ്സ് നമ്മുടെ ഗ്രീൻസ് ഹൈപ്പർ മാർക്കറ്റിലുണ്ട്. സ്പെഷ്യൽ കോംബോ ഓഫറൊക്കെ ഉണ്ട്. റേറ്റ് ആണെങ്കിൽ നല്ല 599 രൂപയുടെ ഓഫർ, അങ്ങനെ ഒരുപാട് ഓഫേഴ്സ് ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നല്ല തിരക്കുണ്ട്. സാധാരണ രീതിയിൽ അപേക്ഷിച്ചിട്ട് നോമ്പ് തുറയുടെയൊക്കെ സമയമായിരിക്കണം. അപ്പോൾ ഏകദേശം അടുത്ത് വരുന്നപ്പോൾ എന്നാൽ പോലും കുറച്ച് ആൾക്കാരൊക്കെ നമ്മുടെ ഗ്രീൻസ് ഹൈപ്പർ മാർക്കറ്റിലുണ്ട്. ഒരിക്കൽ കൂടി ടിക്ടോക്കിലേക്ക് സ്വാഗതം. ഒരുപാട് ക്വസ്റ്റ്യൻസുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. കുറച്ച് ആൾക്കാരൊക്കെ ചോദിച്ച് കുറച്ച് സമ്മാനമൊക്കെ കൊടുക്കണം. ഓക്കെ, നമുക്ക് കുറച്ച് പേരെ കണ്ട് കുറച്ച് സമ്മാനമൊക്കെ കൊടുത്ത് ചോദ്യമൊക്കെ ചോദിച്ചിട്ട് വരാം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിലെ ആദ്യത്തെ കണ്ടസ്റ്റൻ്റ് റെഡി ആയിട്ടുണ്ട്. ഒരുപാട് സാധനങ്ങൾക്ക് ഗ്രീൻസിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ആദ്യം നമുക്കൊന്ന് പരിചയപ്പെട്ടിട്ട് നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് വരാം. ഓക്കെ, പേര് പറയൂ. എൻ്റെ പേര് നോയൽ. എന്ത് ചെയ്യുന്നു? ഞാൻ എക്സ് ഗൾഫാണ്. നോയൽ അല്ലേ? റയർ റൈമാണ് കേട്ടോ, നോയലാണ്. എന്താണ് നോയലിൻ്റെ മീനിങ്? ക്രിസ്മസ്. ഓ, ക്രിസ്മസ് ആണല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. മാഡത്തിൻ്റെ പേര്? Sandra. എന്ത് ചെയ്യുന്നു? I'm a teacher working in St. Teresa's School. ഇവിടെ കണ്ണൂർ തന്നെ അല്ലേ? സെൻറ്റർ. ഓക്കെ, ഞാൻ വരുന്നത് കണ്ണൂർ വിഷൻ ടിക്ടോക്ക് എന്നുള്ള പ്രോഗ്രാമിലാണ്. ടിക്ടോക്കിലെ പ്രോഗ്രാം നമ്മൾ പങ്കെടുക്കുന്ന കണ്ടസ്റ്റൻറ്റിന് 3 സെഗ്മെൻറ്റാണ് ലഭിക്കുന്നത്. ആദ്യം ഐഡൻറ്റിഫൈ ദ ഇമേജ്. ഒരു ഇമേജ് തരും, അത് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാം. നെക്സ്റ്റ് എന്നത് നമ്മുടെ സിനിമ സംഗീതവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു ക്വസ്റ്റ്യനാണ്. ഈ 2 ക്വസ്റ്റ്യൻ 2 ആൻസർ ആയിട്ടാണ് നിങ്ങൾക്ക് 3ാമത്തെ സെഗ്മെൻറ്റിലേക്ക് പോകേണ്ടത്. 3ാമത്തെ സെഗ്മെൻറ്റ് എന്നത് ജനറൽ നോളജാണ്, അതിലേക്ക് പോകേണ്ട. ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്ത് ആണെങ്കിൽ നിങ്ങൾ 3ാമത്തെ സെഗ്മെൻറ്റ് വരെ പോകണം. ആദ്യത്തെ 2 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തില്ലെങ്കിൽ ഔട്ട്. ഓക്കെ ഓക്കെ, അപ്പോൾ നമുക്ക് ആരംഭിക്കാം അല്ലേ? ഫസ്റ്റ് നമ്മുടെ സെഗ്മെൻറ്റ് എന്നത് ഐഡൻറ്റിഫൈ ദ ഇമേജ്. ഞാനൊരു ഇമേജ് തരാം, ഇമേജ് കാണിച്ചു തന്നിട്ട് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഞാൻ ഐഡൻറ്റിഫൈ ദ ഇമേജ് എന്ന സെഗ്മെൻറ്റിലേക്ക് പോവാണ്. അത് ഞാൻ എൻ്റെ ക്യാമറയൊന്ന് കാണിക്കട്ടെ. ഓക്കെ, ഇതാണ് ഇമേജ്. From Argentina, but I'm not familiar with the name. That's a very important thing, no? Yeah. No idea. വളരെ ഫേമസ് ആയിട്ടുള്ളൊരു പ്ലെയറാണ് നമ്മുടെ അർജൻറ്റീനയുടെ. ഒരുപാട് നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കിയ ഒരു പ്ലെയറാണ്. I am an Argentinian fan, but I am really sorry that I cannot identify this person. Okay, that is the main important thing, no? Yeah. Name is the most important part. No, I am not into this football. ഫുട്ബോൾ കളി കാണാറില്ല. വേൾഡ് കപ്പും കാണാറില്ലേ? മേഡം കാണാറില്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നോ 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 ഫസ്റ്റ് ആൻസർ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സെക്കൻഡ് സെഗ്മെൻറ്റിലേക്ക് പോകാം. അവിടെ നിങ്ങൾ പിന്നെ ആൻസർ ചെയ്തില്ലെങ്കിൽ കളിയിൽ നിന്ന് വിഡ്രോ. ഓക്കെ, നമുക്കറിയാം ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്നത് സിനിമ അതുപോലെ സംഗീതം റിലേറ്റഡ് ആണ്. കേൾക്കാറുണ്ടോ സംഗീതം? സംഗീതം കേൾക്കും, പാടാറെല്ലാം ഉണ്ട്. പക്ഷേ പ്രോബ്ലം ഇസ് ഐഡൻറ്റിഫൈ ദ നെയിംസ് കിട്ടൂല ചില സമയത്ത്. അതാണ് ഇതൊരു മത്സരമാകുമ്പോൾ തീർച്ചയായിട്ടും പ്രത്യേകിച്ച് ക്യൂസ് ബേസ്ഡ് ആണ്. യു ഹാവ് ടു ആൻസർ ദ നെയിംസ് കറക്റ്റ്ലി. വെറുതെ ഇപ്പം അറിഞ്ഞുകൊണ്ടെന്ന് പറഞ്ഞിട്ട് പറയാത്ത ഒരു അവസ്ഥയാവരുത്. കുഴപ്പമില്ല. നമുക്ക് പാർട്ടിസിപ്പേറ്റ് ഇസ് ദ മോസ്റ്റ് പാർട്ട്. ഓക്കെ, അപ്പോൾ ഞാൻ പിന്നെ നമുക്ക് ഒരുപാട് ഓസ്കാർ നോമിനേറ്റ് ചെയ്യപ്പെട്ട സിനിമയുണ്ട് മലയാള ഇൻഡസ്ട്രിയിൽ നിന്ന് ഒരുപാട് പേര് സിനിമയിൽ ഓസ്കാർ നോമിനേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആദ്യമായിട്ട് മലയാളം ഇൻഡസ്ട്രിയിൽ നിന്ന് ഓസ്കാറിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട സിനിമ? Very bad in knowledge. You're very sorry. Malayalam especially. We are not into സിനിമ കാണാറില്ലേ? കാണാറുണ്ട്, പക്ഷേ സിനിമ അവസാനമായിട്ട് കണ്ട മൂവിയാണ്? ഐ എം റിയലി സോറി. തിയേറ്ററിൽ പോയിട്ട് കണ്ടത് നമ്മൾ ഹിന്ദി മൂവി. Which one? ഷാറുഖ് ഖാൻ മൂവി. Long back? No, recent movie. ജവാൻ. ജവാൻ. ഞങ്ങൾ ഷാറുഖ് ഖാൻ ഫാനാണോ? ഷാറുഖ് ഖാൻ ഫാനൊക്കെയാണ്, പക്ഷേ മൂവീസൊക്കെ അധികം കാണുന്നതൊക്കെ ഹിന്ദി മൂവീസ് തന്നെയാണ്. ഇറ്റ്സ് നത്തിങ് ലൈക്ക് ദാറ്റ് ബിക്കോസ് ഐ ആം basically from മാംഗ്ലൂർ, കൊങ്കണി. സോ ഞങ്ങൾ കാണാറുണ്ട് ഹിന്ദി മൂവീസൊക്കെ മലയാളം കാണും വീട്ടിൽ. ഇപ്പം
എന്താണ് ഫയർ ടി വിയിൽ അതിൽ വെച്ചിട്ട് ഓരോ മൂവീസ് കാണാറുണ്ട്. പിന്നെ സുരേഷ് ഗോപിൻ്റെ ഓക്കെ ഓക്കെ അടിപൊളി എല്ലാം മൂവി കാണാറുണ്ട്. മലയാളത്തിൽ ഇഷ്ടപ്പെട്ട നടനാണ്? ബെസ്റ്റ് ഐ ലൈക്ക് മമ്മൂട്ടി. വളരെ സ്ട്രോങ് ആയിട്ടുള്ള മമ്മൂക്ക ഫാൻസ് ആണല്ലേ? മമ്മൂട്ടീൻ്റെ എല്ലാ പടവും കാണും. നോട്ട് ഇൻ ദാറ്റ് ഫാൻ ലൈക്ക് വാട്ട് യു സേ ലൈക്ക് അവർക്ക് വേണ്ടിയിട്ട് ഇല്ല. ഞങ്ങൾ തിയേറ്ററിലൊക്കെ പോയി കാണും. നല്ല പടമാണെങ്കിൽ പോയി കാണാം. ഇല്ലെങ്കിൽ സിറ്റ് ആൻഡ് വാച്ച് അറ്റ് ഹോം വെൻ ഇറ്റ് കംസ് ഓൺ TV. OTT ലെവൽ എന്തെങ്കിലും വരുന്ന സമയത്ത് കാണും. അതല്ലാതെ ഭയങ്കരമായിട്ടുള്ള അങ്ങനെ തോന്നുന്നില്ല. കാണും. യെസ്, ഇംഗ്ലീഷ് മൂവീസൊക്കെ കാണും. നമ്മുടെ പിന്നെ ദുബായിൽ എന്താ വർക്ക് ചെയ്യുന്നത്? ആസ് എ ക്രെയിൻ മാനുഫാക്ചറിങ് കമ്പനിയിൽ വർക്ക് ചെയ്തു. വലിയ പോസ്റ്റിലൊക്കെ ഇരിക്കുകയാണ് കേട്ടോ. കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് നിയർലി അറൗണ്ട് 23-25 ഇയേഴ്സ് സർവീസ് കഴിഞ്ഞിട്ട് തിരിച്ചു വന്നു. ഓക്കെ. വീട്ടിലാരൊക്കെ ഉണ്ട്? അപ്പം ഞാനും ഫാദർ, മദർ, 3 പെൺകുട്ടികൾ. 3 സെൻറ്റ് ജോസഫിൽ പഠിക്കുന്നു. അവിടെ തന്നെയാണ് പഠിക്കുന്നത് അല്ലേ? ഓക്കെ. ഏത് സബ്ജക്റ്റ് മാം? I'm taking the lower section, lower grade. LP section. കലാപരമായിട്ടൊക്കെ ഒരുപാട് പിന്നെ ഒരുപാട് നേട്ടങ്ങളുണ്ടാക്കിയ സ്കൂളാണല്ലോ സെൻറ്റ് തെരേസ അല്ലേ? കഥാപ്രസംഗത്തിൽ 3 കൊല്ലമായിട്ട് സംസ്ഥാനം സ്റ്റേറ്റ് ലെവൽ ഓൾസോ A ഗ്രേഡ്. അടിപൊളി, സൂപ്പർ. അതൊരു ഗ്രൂപ്പാണ്, നോട്ട് സിംഗിൾ. വിത്ത് ഗ്രൂപ്പ് സെൻറ്റ് തെരേസ 3 കൊല്ലമായിട്ട് A ഗ്രേഡ് കിട്ടുന്നത്. സെൻറ്റ് തെരേസ അതല്ലെങ്കിലും ഒരുപാട് കലാകാരന്മാരെ കണ്ണൂർ ജില്ലയ്ക്ക് സമ്മാനിച്ച വലിയൊരു സ്കൂളാണല്ലോ. അപ്പോൾ അത് സെൻറ്റ് മൈക്കിൾസ് ആൻഡ് സെൻറ്റ് തെരേസ അതെ, എസ്പെഷ്യലി ഇൻ മ്യൂസിക് അല്ലേ? ഓക്കെ. എനിവേ താങ്ക്സ് എ ലോട്ട്. എങ്ങനെയുണ്ട് നമ്മുടെ പിന്നെ ഗ്രീൻസിലെ പർച്ചേസും കാര്യങ്ങളൊക്കെ? ഗ്രീൻസിലൊക്കെ തന്നെയാണ് വേണ്ടുന്നത്. എപ്പോഴും ഗ്രീൻസിലാണ്. യെസ്. എങ്ങനെയുണ്ട് അഭിപ്രായങ്ങളൊക്കെ? പ്രൊഡക്ഷൻ, ക്വാളിറ്റി ഓഫ് പ്രൊഡക്ട്സ് ആൻഡ് അവൈലബിലിറ്റി ഒക്കെ എങ്ങനെയുണ്ട്? അവൈലബിലിറ്റി എല്ലാം ഉണ്ട്. പക്ഷേ ഇപ്പം ഞങ്ങൾ പുറത്ത് ഉണ്ടായത് കൊണ്ട് അത്രയും കൊല്ലത്തുള്ള ബിക്കോസ് ദേ ഹാവ് ടു മച്ച് മോർ ഇംപ്രൂവ് മൈറ്റ് ബി. പക്ഷേ സാധനങ്ങൾ കുറേ യെസ്. പിന്നെ അത് ഞങ്ങൾ ഗൾഫ് കൺട്രീസും ഇതുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. നമുക്ക് നാട്ടിനോടുള്ള അതുകൊണ്ടാണ് തിരിച്ചു വന്നതും തന്നെ നാട്ടിലേക്ക്. ഇല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇതുവരെ അങ്ങോട്ടേക്ക് ട്രൈ ചെയ്തിട്ടില്ല. അപ്പോൾ പിന്നെ വന്നതിന് ശേഷമാണോ മാഡം ഇവിടെ ജോയിൻ ചെയ്ത്? അല്ലല്ല, ഷീസ് വർക്കിംഗ് ഫ്രം ലോങ് Since no. I took leave when I went. ഓക്കെ. അപ്പോൾ നമുക്ക് അടിച്ചു വിളിക്കാം, കാണാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ. അപ്പോൾ ഇന്നത്തെ രണ്ടാമത്തെ കണ്ടസ്റ്റൻ്റ് റെഡിയാണ്. 2 പേര്, 2 കുഞ്ഞ് ബ്രില്യൻസ് ആണ് കേട്ടോ. എന്താ, ഒരാൾ അടുത്ത് തന്നെ, മോനെ അടുത്ത് തന്നെ. ഒരാൾ ഞാൻ ഇങ്ങനെ ഇരുന്നാൽ മാത്രമേ ഇവനോട് ചോദ്യം ചോദിക്കാൻ പറ്റുള്ളൂ. മോൻ്റെ പേര് പറ. സാക്കിബ് മുഹമ്മദ്. ഓക്കെ, അടിപൊളി. മോൻ്റെ പേര്? മുഹമ്മദ് അയാൻ. എത്ര ക്ലാസ്സിലാണ് സാക്കിബ് പഠിക്കുന്നത്? UKG A. ഓക്കെ. ഏത് സ്കൂളാണ്? സെൻറ്റ് മൈക്കിൾസ് പ്രീ പ്രൈമറി സ്കൂൾ. അടിപൊളി. ഓക്കെ. മോനെ ഏത് സ്കൂളാണ് പഠിക്കുന്നത്? ഐക്കുറ സ്കൂളിൽ. ഇക്കുറ 7th C. ഓക്കെ. അപ്പം ഞാൻ വരുന്നത് കണ്ണൂർ വിഷൻ്റെ ടിക്ടോക്ക് എന്നുള്ള പ്രോഗ്രാമാണ്. ഈ പ്രോഗ്രാമിൽ ഞാൻ നിങ്ങളോട് 3 ക്വസ്റ്റ്യൻ ചോദിക്കും. ആദ്യം ഒരു ഫോട്ടോ കാണിച്ചിട്ട് ഫോട്ടോയിൽ ആരാണെന്ന് പറയണം. മനസ്സിലായോ? നെക്സ്റ്റ് എന്നത് ഒരു സിനിമയും സംഗീതവുമായിട്ട് ബന്ധപ്പെട്ട റിലേറ്റഡ് ആയിട്ട് ഒരു ചോദ്യം ചോദിക്കും. അപ്പോൾ 2 ക്വസ്റ്റ്യൻ നിങ്ങൾ ആൻസർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അപ്പം സമ്മാനം തരും. 2 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ആ ഗെയിമിൽ നിന്ന് വിഡ്രോ ചെയ്യും. ഓക്കെ. ആദ്യത്തെ ഒരു ഫോട്ടോ കാണിച്ചിട്ട് നിങ്ങൾ ആൻസർ കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെയും മൂന്നാമത്തെയും സെഗ്മെൻറ്റിലേക്ക് പോകാം. ഓക്കെ, റെഡി അല്ലേ? സ്കൂൾ വേറെ എന്ത് ആക്ടിവിറ്റീസ് അല്ലേ? പാട്ട്, സ്പോർട്സ് അല്ലെങ്കിൽ അത്തരത്തിൽ ആക്ടിവിറ്റീസ് ഉണ്ടോ? ഏത് സ്പോർട്സിലാണ് പങ്കെടുക്കാറ്? ജമ്പിങ്, റിലേക്ക്. പ്രൈസൊക്കെ കിട്ടാറുണ്ട് സ്കൂളിൽ നിന്ന്? റിലേ നമ്മൾ കുറേ കുട്ടികൾ ഒരുമിച്ചല്ലേ? എത്ര കുട്ടികളാണ് റിലേയിൽ? 3 പേര്. ഓക്കെ. മോൻ 7ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് ആദ്യത്തെ സെഗ്മെൻറ്റിലേക്ക് പോവാം. ഞാനൊരു ഫോട്ടോ കാണിക്കാം. ഫോട്ടോ കാണിച്ചിട്ട് പിന്നെ അത് ആരാണെന്ന് പറയണം. ഓക്കെ. വളരെ ഫേമസ് ആയിട്ടുള്ള, വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഫോട്ടോ ആണ്. ഞാൻ ആദ്യം ഒന്ന് ക്യാമറയിൽ കാണിക്കട്ടെ കേട്ടോ. ഓക്കെ. യെസ്, ഇത് നമ്മുടെ കണ്ണൂരിലെ ലോകം മുഴുവൻ അറിയപ്പെട്ട ഒരാളാണ്. അറിയോ? അറിയില്ല? അഴീക്കോടുകാരനാണ്. ലോകം മുഴുവൻ അറിയപ്പെട്ട കേരളത്തിലെ കണ്ണൂരിലെ അഴീക്കോടുള്ള ഒരാളാണ്.
അറിയോ? അറിയില്ല മോനെ. ഓക്കെ. കളിയൊക്കെ കാണാറുണ്ടോ? ക്രിക്കറ്റ്, ഫുട്ബോൾ, ടി വിയിലൊക്കെ? വേൾഡ് കപ്പ് കണ്ടിരുന്നോ? ഇല്ല. ഓക്കെ. അപ്പോൾ ഇത് വളരെ അപ്പോൾ നമുക്ക് അടുത്ത സെഗ്മെൻറ്റിലേക്ക് പോവാം. അടുത്ത സെഗ്മെൻറ്റ് എന്നത് ഒരു സിനിമയും സംഗീതവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യനാണ്. സിനിമയിൽ ഓസ്കാർ നേടുക എന്നൊക്കെ കേട്ടിട്ടില്ലേ? സിനിമക്ക് ഓസ്കാർ കിട്ടിയ സിനിമകളുണ്ട്. അത് ഇംഗ്ലീഷ് സിനിമകളുണ്ട്. മലയാളത്തിൽ ഒരുപാട് സിനിമകൾ ഓസ്കാർ നോമിനേറ്റ് ചെയ്തിരുന്നു. അതായത് ഓസ്കാറിലേക്ക് നാമനിർദ്ദേശം ആയിട്ടുണ്ട്. മലയാളത്തിൽ ആദ്യമായിട്ട് ഓസ്കാർ നോമിനേറ്റ് ചെയ്യപ്പെട്ട സിനിമ അറിയോ? മമ്മൂട്ടിയുടെ അല്ല, മോഹൻലാൽ അഭിനയിച്ച സിനിമയാണ്. ഇന്ത്യൻ അല്ല. ആദ്യമായിട്ട് ഓസ്കാറിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട സിനിമയാണ്. മലയാള സിനിമ. മോഹൻലാലാണ് നായകൻ. അറിയില്ല. ഓക്കെ. അപ്പോൾ അറിയില്ലെങ്കിൽ നമുക്ക് അടുത്ത് പിന്നെ എപ്പോഴെങ്കിലും ഏതെങ്കിലും വലിയ ഒന്ന് ഷെയ്ക്കിട്ടൊക്കെ താ. ഇവനെന്താ ഇങ്ങനെ? ഇവനെ കൊണ്ട് ഒരു പാട്ട് എന്തായാലും പാടിക്കണം. ഒരു പാട്ട് പാടിയ റെഡി ആയിട്ടൊരു പാട്ട് പാടിയ നന്നായി ചിരിച്ചൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ എന്തോ ഒരു ക്യാമറ കണ്ടപ്പോൾ ചെറിയൊരു പ്രശ്നം, വേറെ ഒന്നുമില്ല. ഒരു പാട്ട് പാടോ? സുന്ദര കുട്ടപ്പനാണല്ലോ മുടിയൊക്കെ. ഒരു പാട്ട് പാടോ? ഇല്ല. എനിക്ക് കൂടുതൽ പറഞ്ഞുകൂടാ കേട്ടോ. എനിക്ക് ചിലപ്പോൾ എൻ്റെ മുഖത്തൊക്കെ നോക്കിയിട്ട് ചിരിയൊക്കെ ചെറുതായിട്ട് മാറുന്നുണ്ട്. ഓക്കെ. എനിവേ, ഓക്കെ, താങ്ക്സ്. പങ്കെടുത്തതിൽ വളരെ സന്തോഷം. ഓക്കെ, നമുക്ക് പിന്നെ എപ്പോഴും കാണാം. ഓക്കെ. അപ്പോൾ രണ്ടാമത്തെ കണ്ടസ്റ്റൻറ്റും നമ്മുടെ ഈ ഒരു പിന്നെ 2 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിച്ചു, 2ഉം ആൻസർ ചെയ്തില്ല. അപ്പോൾ നമുക്ക് അടുത്ത ആളെ നോക്കാം. ടിക്ടോക്കിലെ 3ാമത്തെ കണ്ടസ്റ്റൻറ്റ് റെഡിയാണ്. നോമ്പൊക്കെ തുടങ്ങിയ പർച്ചേസിങ്ങൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് 2 പേർ എത്തിയിട്ടുണ്ട്. ഓക്കെ, ആദ്യം നമുക്ക് പരിചയപ്പെട്ടിട്ട് നമുക്ക് ചോദ്യമൊക്കെ ചോദിക്കാം. പേര് പറയും. റസൽ എന്ത് ചെയ്യുന്നു? +2 പഠിക്കണം. ഏത് സ്കൂളാണ്? വടക്കുംപാട്. ഏതാ സബ്ജക്റ്റ്? ഏതാ? കമ്പ്യൂട്ടർ സയൻസ്. എന്താണ് കമ്പ്യൂട്ടർ സയൻസ് സെലക്ട് ചെയ്യാനുള്ള കാരണം? സോഫ്റ്റ്വെയർ എഞ്ചിനീയർ പഠിക്കണം. ഇതിന് ശേഷം ബിടെക്. ഓക്കെ. പേര്? ഹാരിസ്. ഞാൻ പെയിൻറ്ററാണ്. പെയിൻറ്റിങ്. കടച്ചിറ. ഓക്കെ. അപ്പോൾ ഞാൻ വരുന്നത് ടിക്ടോക്ക് എന്നുള്ള പ്രോഗ്രാമാണ്. ടിക്ടോക്കിൽ നമ്മുടെ കണ്ടസ്റ്റൻറ്റിന് 3 സെഗ്മെൻറ്റാണ് ലഭിക്കുന്നത്. ആദ്യം ഐഡൻറ്റിഫൈ ദ ഇമേജ് എന്ന ഒരു സെഗ്മെൻറ്റ്. ഞാനൊരു ഫോട്ടോ കാണിച്ചു തരും, അതാരാണെന്ന് പറയണം. നെക്സ്റ്റ് ഒരു മ്യൂസിക് സിനിമ റിലേറ്റഡ് ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. ആഫ്റ്റർ ദാറ്റ് ഒരു ജനറൽ നോളജ്. ഓക്കെ. ആദ്യത്തെ 2 സെഗ്മെൻറ്റ് നിങ്ങൾ ആൻസർ ചെയ്യുകയാണെങ്കിൽ 3ാമത്തെ സെഗ്മെൻറ്റ് നിങ്ങൾ പോകേണ്ട സമ്മാനം തരും. ആദ്യത്തെ 1 ആൻസർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ 3ാമത്തെ സെഗ്മെൻറ്റ് വരെ അറ്റൻഡ് ചെയ്യണം. ആദ്യത്തെ 2ലും ആൻസർ ചെയ്തില്ലെങ്കിൽ കളിയിൽ നിന്ന് വിട്ടുപോയി. ഓക്കെ, റെഡി അല്ലേ? ഓക്കെ, ഞാൻ ആദ്യം ഒരു പിന്നെ ഇമേജ് കാണിച്ചു തരാം. ഇമേജ് കാണിച്ചു തന്നിട്ട് നിങ്ങൾ അത് ഐഡൻറ്റിഫൈ ചെയ്യണം ആരാണെന്നുള്ളത്. അത് ഞാൻ എൻ്റെ ക്യാമറയൊന്ന് കാണിക്കട്ടെ. കളിയൊക്കെ കാണാറുണ്ടോ? ഫുട്ബോൾ ഏത് കളിയാണ് ഇഷ്ടം? ക്രിക്കറ്റ് ഇഷ്ടമാണ്, ഫുട്ബോൾ ഇഷ്ടമാണ്. നിങ്ങൾക്ക്? ചെറുത് വാച്ച് ചെയ്യും, അത്ര. അപ്പം ഞാനൊന്ന് ഇത് കൊടുക്കാം. യെസ്, ഇതാണ്. പേരറിയില്ല. നമുക്ക് മത്സരത്തിൽ തീർച്ചയായിട്ടും പേരാണ് പ്രധാനപ്പെട്ട കാര്യം. മനസ്സിലായില്ല? അർജൻറ്റീനയാണ് എല്ലാം നമുക്കറിയാം. ജേഴ്സി നോക്കിയാൽ അർജൻറ്റീനയെന്നറിയാം. കളിക്കാരൻ്റെ ഫെമിലിയർ ഫേസാണ്, അപ്പോൾ അതറിയാൻ പറ്റും. പക്ഷേ ആരാണിത്? അറിയില്ല. അപ്പോൾ നമുക്ക് അടുത്ത സെഗ്മെൻറ്റിലേക്ക് പോവാം. ഞാനിനി നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ സിനിമ ആൻഡ് സംഗീതം, മ്യൂസിക് റിലേറ്റഡ് ആണ്. ഒരുപാട് മൂവീസ് നമ്മുടെ മലയാളത്തിൽ നിന്ന് ഓസ്കാർ നോമിനേറ്റ് ചെയ്യപ്പെടാറുണ്ട് അല്ലേ? അപ്പോൾ പലതിനും ഓസ്കാർ നോമിനേറ്റ് ചെയ്യപ്പെട്ട് തള്ളിപ്പോകാണ്, പക്ഷേ നോമിനേറ്റ് ചെയ്യുന്നുണ്ട്. മലയാളത്തിൽ നിന്ന് ആദ്യമായിട്ട് ഓസ്കാർ നോമിനേറ്റ് ചെയ്യപ്പെട്ട സിനിമ ഏതാണ്? മലയാളം മൂവി. ലാലേട്ടൻ. നോ, കുറേ മുന്നേ. ലാലേട്ടനാണ് നായക കഥാപാത്രം. മോഹൻലാൽ അതിമനോഹരമായിട്ട്. ഓസ്കാർ നോമിനേറ്റ് കുറച്ച് മുന്നേ ചെയ്തതാണ്. മോഹൻലാൽ വളരെ പ്രധാനപ്പെട്ട ഒരുപാട് അവാർഡുകൾ, മറ്റ് അവാർഡുകൾ കിട്ടിയിട്ടുണ്ട് ഈ മൂവിക്ക്. അറിയോ? ഒന്നുകൂടി ശ്രമിച്ചു. അറിയില്ലല്ലേ? ഓക്കെ, കുഴപ്പമില്ല.
ഇല്ല അറിയില്ല. അറിയില്ല അല്ലേ? എങ്ങനെയുണ്ട്? റംസാനൊക്കെ തുടങ്ങി, നോമ്പിൻ്റെ ചൂടുണ്ട്, അതുപോലെ ശാരീരികമായ ക്ഷീണങ്ങളൊക്കെ ഉണ്ട്. എങ്ങനെയുണ്ട് നോമ്പിൻ്റെ? സ്ഥിരമായിട്ട് ചെയ്യുന്നുണ്ട്, അതൊരു വലിയ ആ അതെ അതെ. ഇവിടെ തന്നെയാണോ പർച്ചേസൊക്കെ ചെയ്യാറ്? അതെ അല്ലേ? ഓക്കെ, എനിവേ താങ്ക്സ് ലോട്ട്, പങ്കെടുത്തതിൽ സന്തോഷം. താങ്ക് യു. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. 3 പാർട്ടിസിപ്പൻസ് വളരെ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ആർക്കും ആൻസർ കൃത്യമായിട്ട് പറയുന്നില്ല. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ആർക്കും സമ്മാനം കൊടുക്കാതെ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, ഇറ്റ്സ് ടൈം ടു വൈൻഡപ്പ് ഹിയർ. ഇറ്റ്സ് മീ അനിലേഷ് ആർഷ ഫ്രം ടിക്ടോക്ക്.